ഹായ് എവ്രി വൺ, ആർഫറയുടെ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറാൻ US കോൺഫ്ലിക്റ്റ് ആരംഭിച്ചത് മുതൽ നാം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നതും മാർക്കറ്റിൻ്റെ ആ ഒരു വളറ്റിലിറ്റി ഏറ്റവും അധികം സ്വാധീനിക്കുകയും ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ്. അപ്പോൾ ഈ ക്രൂഡ് ഓയിലിൻ്റെ വിലയിലുണ്ടാകുന്ന ഈ ഒരു വ്യതിയാനങ്ങൾ അത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രധാനപ്പെട്ട സെക്ടറുകളെയും സ്റ്റോക്കുകളെയും നേരിട്ടും അല്ലാതെയും ശക്തമായിട്ട് സ്വാധീനിക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഈ ക്രൂഡ് ഓയിലിൻ്റെ വിലയിലുള്ള ശക്തമായ വളറ്റിലിറ്റി ആരംഭിച്ചത് ഈ വർഷം ഫെബ്രുവരി അവസാനത്തോടു കൂടിയാണ്. അപ്പോഴാണ് ഈ ഇറാൻ US ആ യുദ്ധം ആരംഭിക്കുന്നത്. എന്നാൽ യുദ്ധം ആരംഭിച്ചതിന് കുറച്ച് കഴിഞ്ഞ ശേഷമാണ് ക്രൂഡ് ഓയിലിൻ്റെ വില അതിൻ്റെ ടോപ്പിലെത്തുന്നത്. അപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ വില 126 എന്നുള്ള ഹൈ പ്രൈസിലെത്തിയത് ഏപ്രിൽ മാസം 30-ാം തീയതിയാണ്. പിന്നീട് ആ $100 മുകളിൽ ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരുന്ന ക്രൂഡ് ഓയിൽ പ്രൈസ് കാര്യമായ ഒരു ഇടിവിലേക്ക് എത്തിയത് ഇപ്പോൾ അടുത്ത കാലത്താണ്. അതായത് ഈ ജൂലൈ 2-ാം തീയതി അത് വീണ്ടും 70 എന്നുള്ള ആ ഒരു പഴയ പ്രൈസ് റേഞ്ചിലേക്ക് വന്നു. എന്നാൽ അതിന് അല്പായുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ 23-ാം തീയതി വീണ്ടും ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് 102 എന്ന ഹൈ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഈ അടുത്ത കാലത്ത് ഈ 3 പ്രധാനപ്പെട്ട ഈ ഘട്ടങ്ങളിൽ ക്രൂഡ് ഓയിലുണ്ടായ ഈ ഒരു വളറ്റിലിറ്റി അതിനോട് ആനുപാതികമായിട്ട് അല്ല അതിനോട് ഒത്തുപോകുന്ന രീതിയിൽ ചില സ്റ്റോക്കുകളിലും ഇതേ രീതിയിലുള്ള മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമുക്കറിയാം, ഒരു സ്വിംഗ് ട്രേഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റോക്കിൽ ഷോർട്ട് ടേമിൽ ഉണ്ടാകുന്ന വളറ്റിലിറ്റിയെ അതിൽ എൻട്രി എക്സിറ്റ് കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് ആ ട്രേഡിംഗ് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു സ്വിംഗ് ട്രേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ക്രൂഡ് ഓയിൽ പ്രൈസ് 126-ൽ നിന്ന് 70-ലേക്ക് വരികയും 70-ൽ നിന്ന് വീണ്ടും 102-ലേക്ക് പോവുകയും ചെയ്ത് ഈ ഒരു സ്വിങ് ഇതിനാനുപാതികമായിട്ട് തന്നെ പല സ്റ്റോക്കുകളിലും അതേ സ്വിങ് നടന്നതായിട്ട് കാണാം. അപ്പോൾ അത്തരം ആ ഒരു സ്വിംഗ് ഓപ്പർച്യൂണിറ്റി നമ്മൾ ഉപയോഗപ്പെടുത്തുകയായിരുന്നെങ്കിൽ ഷോർട്ട് ടേമിൽ ചില ലാഭങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ചില സെക്ടറുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്സ്ട്രീം കമ്പനികളാണ്. ഈ ക്രൂഡ് ഓയിൽ പ്രൈസ് ഏറ്റവും ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് ഈ അപ്സ്ട്രീം കമ്പനികൾക്കാണ്. എന്താണ് ഈ അപ്സ്ട്രീം കമ്പനികൾ എന്ന് പറഞ്ഞാൽ? ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പ്ലോറേഷൻ കമ്പനികൾ. അതായത് ഭൂമിക്കടിയിൽ നിന്നോ അല്ലെങ്കിൽ സമുദ്രത്തിനടിയിൽ നിന്നോ ഓയിലും ഗ്യാസൊക്കെ പര്യവേഷണത്തിലൂടെ കണ്ടെത്തുകയും പിന്നീട് അതിൻ്റെ ഉൽപ്പാദനം അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ നടത്തുകയും ചെയ്യുന്ന കമ്പനികളെയാണ് നമ്മൾ എക്സ്പ്ലോറേഷൻ ആൻഡ് പ്രൊഡക്ഷൻ കമ്പനികൾ എന്ന് വിളിക്കാറുള്ളത്. ഇതാണ് അപ്സ്ട്രീം കമ്പനീസ് എന്ന് പറയുന്നത്. അതിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കമ്പനികളാണ് ONGCയും ഓയിൽ ഇന്ത്യയും. ഇപ്പോൾ ഈ ONGC എന്ന് പറയുന്ന ഈ ഒരു PSU കമ്പനിക്ക് 70% മാർക്കറ്റ് ഷെയർ ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. ഇതുകൂടാതെ ചില പ്രൈവറ്റ് പ്ലെയേഴ്സും ഈ മേഖലയിലുണ്ട്. ഇപ്പോൾ വേദാന്തയുടെ ഒരു കമ്പനിയായിട്ടുള്ള കേൺ എന്ന് പറയുന്ന കമ്പനിക്ക് ഏകദേശം 13 മുതൽ 15% മാർക്കറ്റ് ഷെയറുള്ള സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഈ എക്സ്പ്ലോറേഷൻ ആൻഡ് പ്രൊഡക്ഷൻ കമ്പനിയാണ് കെയിൻ എന്ന് പറയുന്നത്. എന്നാൽ കെയിൻ എന്ന് പറയുന്ന കമ്പനി സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്തിട്ടില്ല. വേദാന്തയുടെ കീഴിലുള്ള ഒരു കമ്പനിയായിട്ടാണ് നമുക്കത് കാണാൻ കഴിയുക. മറ്റൊന്ന് ഓയിൽ ഇന്ത്യയാണ്. ഓയിൽ ഇന്ത്യക്ക് ഏകദേശം 10% മാർക്കറ്റ് ഷെയറാണ് ഈ ഒരു എക്സ്പ്ലോറേഷൻ മേഖലയിലുള്ളത്. ഇത് കൂടാതെ റിലയൻസ് ഇൻഡസ്ട്രീസും HOEC അതുപോലെ സേലൻ എന്നറിയപ്പെടുന്ന 3 പ്രധാനപ്പെട്ട സ്റ്റോക്കുകളും ലിസ്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇവയെല്ലാം കൂടി ഏകദേശം മാർക്കറ്റ് ഷെയർ 5% മാത്രമേ ഉള്ളൂ. ഇവിടെ റിലയൻസും വേദാന്തയും മറ്റ് മേഖലകളിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയ കമ്പനികളാണ്. നമുക്കറിയാം, വേദാന്ത മെറ്റൽ രംഗത്തും റിലയൻസ് ടെലികോം റീറ്റെയിൽ രംഗത്തുമൊക്കെ സാന്നിധ്യമുള്ള ഒരു കോൺഗ്ലോമറേറ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഈ സ്റ്റോക്കുകളിൽ ഡയറക്റ്റ് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയില്ല. എന്നാൽ അതുപോലെയല്ല ONGCയും ഓയിൽ ഇന്ത്യ പോലെയുള്ള കമ്പനികൾ. അപ്പോൾ ഇവിടെ ഈ അപ്സ്ട്രീം കമ്പനികൾക്ക് ഒരു ബാരൽ എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ ആകെ ഉണ്ടാക്കുന്ന ചിലവ് ചിലപ്പോൾ $35 ആണെങ്കിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ വില 70 എന്ന ലെവലിൽ എത്തുമ്പോഴും ഇവർക്ക് $35 ഒരു ലാഭം ഉണ്ടാക്കാൻ കഴിയും. എന്നാൽ ക്രൂഡ് ഓയിലിൻ്റെ വില 120 എന്ന ലെവലിലേക്ക് വരുമ്പോൾ ഇവർക്ക് ഒരു ബാരൽ ഉണ്ടാകുന്ന ലാഭം എന്ന് പറയുന്നത് $85 ആണ്. അപ്പോൾ ഇവിടെ ഉൽപ്പാദന ചെലവ് മാറ്റമില്ലാതെ നിൽക്കുകയും എന്നാൽ എണ്ണയുടെ വില ഉയരുകയും ചെയ്യുമ്പോൾ വൻതോതിലുള്ള ലാഭമാണ് ONGC ഓയിൽ ഇന്ത്യക്കൊക്കെ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഒരു ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഈ ക്രൂഡ് ഓയിലിൻ്റെ വില ഉയരുമ്പോൾ ഈ സ്റ്റോക്കുകൾ നമുക്ക് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡാറ്റ നമ്മൾ ONGCയുടെ പരിശോധിക്കുകയാണെങ്കിൽ ഏപ്രിൽ 30-ന് ക്രൂഡ് ഓയിലിൻ്റെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള റേറ്റ് 126 എന്നുള്ള ഹൈ ക്രിയേറ്റ് ചെയ്തപ്പോൾ ONGCയുടെ സ്റ്റോക്ക് പ്രൈസ് 307 രൂപയായിരുന്നു. എന്നാൽ ജൂലൈ 2-ന് ഈ പീസ് സ്റ്റോക്സിൻ്റെയൊക്കെ ഭാഗമായിട്ട് സീസ് ഫയർ ഉണ്ടാകുകയും ക്രൂഡ് ഓയിലിൻ്റെ വില താഴോട്ടേക്ക് വന്നിട്ട് 70 രൂപയൊക്കെ ചെയ്തപ്പോൾ ONGCയുടെ പ്രൈസ് 230-ലേക്ക് താഴോട്ടേക്ക് പോയി. എന്നാൽ ഇപ്പോൾ വീണ്ടും യുദ്ധം ആരംഭിക്കുകയും ഈ ജൂലൈ 23-ാം തീയതി നമ്മൾ ONGCയുടെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ അതിശക്തമായ റീബൗണ്ട് കടന്നതായിട്ട് കാണാം. 254 എന്ന ലെവലിലാണ് ONGC ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ ഇപ്പോൾ 96 ലെവലിൽ നിൽക്കുന്ന ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് 102 എത്തുകയും 100-ന് മുകളിൽ പോവുകയും ഒരുപക്ഷെ 126-ലേക്ക് പോവുകയാണെങ്കിൽ അന്നുണ്ടാക്കിയ ഹൈ വീണ്ടും ഈ ONGCയിൽ ഉണ്ടാവും. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഒരു സ്വിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുകയാണ്.
അതേപോലെ ഉയരുന്ന സ്റ്റോക്കുകളാണ് ഈ ഓയിൽ ആൻഡ് എക്സ്പ്ലോറേഷൻ കമ്പനികളെങ്കിൽ അതേപോലെ താഴ്ന്ന സ്റ്റോക്കുകളാണ് ഈ ഓയിൽ ആൻഡ് മാർക്കറ്റിംഗ് കമ്പനികൾ. അപ്പോൾ അതിൽ നമുക്കറിയാം BPCL, HPCL, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പോലെയുള്ള ഈ സ്റ്റോക്കുകളിൽ നേരെ വിപരീതമായിട്ടുള്ള ഒരു എഫക്റ്റാണ് ഉണ്ടാവാറുള്ളത്. കാരണം ഇവർ ചെയ്യുന്നത് ഈ അപ്സ്ട്രീം കമ്പനികൾ വേർതിരിച്ചെടുക്കുന്ന ഈ ക്രൂഡ് ഓയിൽ അത് വാങ്ങിയിട്ട് ഇവർ ശുദ്ധീകരിക്കുന്നു. അതായത് റിഫൈൻ ചെയ്തിട്ട് പെട്രോൾ, ഡീസൽ, LPG, ഏവിയേഷൻ ഫ്യൂവൽ തുടങ്ങിയ അതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ഓയിൽ ആൻഡ് മാർക്കറ്റിംഗ് കമ്പനികൾ നടത്തുന്നത്. ഇതിനെ നമ്മൾ ഡൗൺ സ്ട്രീം കമ്പനികൾ എന്നും വിളിക്കും. അപ്പോൾ അപ്സ്ട്രീമിന് എതിരെയാണ് ഡൗൺ സ്ട്രീം വരുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട കമ്പനികൾ നമുക്കറിയാം. ഒന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ്. അതിനാണ് ഏകദേശം 43% മാർക്കറ്റ് ഷെയറുള്ള ഏറ്റവും വലിയ PSU കമ്പനി. രണ്ടാമത് BPCL ആണ്. അതിന് 25% മാർക്കറ്റ് ഷെയർ ഉണ്ട്. അതുപോലെ HPCLനും 23% മാർക്കറ്റ് ഷെയർ ഉണ്ട്. ഇതുകൂടാതെ 4% മാർക്കറ്റ് ഷെയറോടെ റിലയൻസും ഈ ഒരു മേഖലയിലുള്ള ഒരു പ്ലെയറാണ്. ഇത് കൂടാതെ അൺലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളുമുണ്ട്. ഇപ്പോൾ നയാര എനർജി, അതുപോലെ ഷെൽ ഇന്ത്യ പോലെയുള്ള കമ്പനികളും നമുക്ക് ഈ മേഖലയിൽ കാണാം. അപ്പോൾ ഏപ്രിൽ 30 ഈ ക്രൂഡ് ഓയിലിൻ്റെ വില 126 എന്നുള്ള ആ ഒരു ഹൈ പോയപ്പോൾ BPCLൻ്റെ പ്രൈസ് 295 എന്ന പ്രൈസിലായിരുന്നു. എന്നാൽ ജൂലൈ 2 70 എന്ന ലെവലിലേക്ക് ക്രൂഡ് ഓയിൽ താഴ്ന്നപ്പോൾ BPCLൻ്റെ പ്രൈസ് ചെറുങ്ങനെ ഒന്ന് ഉയരുകയുണ്ടായി. അങ്ങനെ 314 എത്തിയതായിട്ട് കാണാം. എന്നാൽ വീണ്ടും ഇപ്പോൾ ജൂലൈ 23 102 എന്ന ലെവലിലേക്ക് ഈ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വീണ്ടും ഉയർന്നപ്പോൾ BPCLൻ്റെ പ്രൈസ് 305 താഴ്ന്നതായിട്ട് കാണാം. ഇവിടെ നമ്മൾ കാണുന്നത് ഈ അപ്സ്ട്രീം കമ്പനികൾ ഉള്ളതുപോലെയുള്ള ശക്തമായൊരു വളറ്റിലിറ്റി നമുക്കൊരിക്കലും ഓയിൽ ആൻഡ് മാർക്കറ്റിംഗ് കമ്പനികളിൽ കാണാൻ കഴിയുന്നില്ല. കാരണം അവിടെ BPCLൻ്റെ പ്രൈസ് തന്നെ അതിൻ്റെ ഫ്ലക്ച്വേഷൻ വളരെ നേരിയ രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഒരു കാരണം ഈ IOCL, BPCL, HPCL പോലെയുള്ള റിഫൈനിങ്ങും മാർക്കറ്റിങ്ങും ഒരുമിച്ച് കൊണ്ടുപോകുന്ന കമ്പനികൾ അവർ സർക്കാരിൻ്റെ പോളിസിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഇടപെടലുകൾക്ക് യോജിച്ചുകൊണ്ട് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഫ്യൂൽ പ്രൈസ് അത് എപ്പോഴും പലപ്പോഴും സ്റ്റേബിളായിട്ട് നിൽക്കുകയാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതൊരു നിശ്ചിത റേഞ്ചിലാണ് നിൽക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കമ്പനികൾക്ക് ഈ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിലുണ്ടാകുന്ന വോളറ്റിലിറ്റി വലിയ തോതിൽ ഇമ്പാക്റ്റ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ വലിയ ഫ്ലക്ച്വേഷൻ അവിടെ ഇല്ലാത്തത്. പക്ഷേ ലോങ് ടേമിൽ ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും എന്നുള്ള ഒരു സ്പെക്കുലേഷൻ്റെ ഭാഗമായിട്ട് നേരിയ ഫ്ലക്ച്വേഷൻ നമ്മൾ അവിടെ കാണുന്നത്. പക്ഷേ ഇവിടെ നമുക്കൊരു സ്വിംഗ് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് വളരെ വ്യക്തമാക്കുന്ന രീതിയിലാണ് BPCLൻ്റെയും അതുപോലെ തന്നെ IOCLൻ്റെയും ഒക്കെ പ്രൈസ് ഫ്ലക്ച്വേഷൻ ഈ 3 കാലഘട്ടങ്ങളിൽ നമ്മൾ നോക്കിയാൽ കാണാൻ കഴിയുക. നമ്മൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന വേറൊരു സെക്ടർ നോക്കുകയാണെങ്കിൽ പെയിൻറ്റ് സെക്ടറാണ്. അവിടെ ഏഷ്യൻ പെയിൻറ്റ്സ്, ബർജർ പെയിൻറ്റ്സ്, പിഡിലേറ്റ് പോലെയുള്ള സ്റ്റോക്കുകൾ നമുക്കറിയാം. പെയിൻറ്റ് നിർമ്മാണ ചെലവിൻ്റെ 50%-ഓളം ഈ ക്രൂഡ് വേസ്റ്റ് ആയിട്ടുള്ള കെമിക്കൽസാണ് ഉപയോഗിക്കുന്നത്. ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ഒരു പ്രൈസിൻ്റെ ഒരു വളറ്റിലിറ്റി നമ്മൾ ഈ ക്രൂഡ് ഓയിലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏപ്രിൽ 30 ക്രൂഡ് ഓയിൽ ഹൈ ആയപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ പ്രൈസ് 2385 രൂപയായിരുന്നു. എന്നാൽ പീസ് സ്റ്റോക്സിൻ്റെ ഭാഗമായിട്ട് ക്രൂഡ് ഓയിൽ പ്രൈസ് 70 വന്നപ്പോൾ, അതായത് ഈ ജൂലൈ 2 ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ പ്രൈസ് നമ്മൾ കാണുന്നത് 2759 എന്ന ലെവലിൽ ഉയർന്നതായിട്ടാണ്. എന്നാൽ ഇപ്പോൾ ഈ ജൂലൈ 23 വീണ്ടും 102 എന്ന ലെവലിലേക്ക് ക്രൂഡ് ഓയിൽ പ്രൈസ് വന്നപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ പ്രൈസ് ആ 2700 താഴോട്ടേക്ക് വന്ന് 2656 എത്തിയതായിട്ട് കാണാം. ഇനി അഥവാ ഈ പ്രൈസ് 126 എന്ന ലെവലിലൊക്കെ പോവുകയാണെങ്കിൽ ആ പഴയ പ്രൈസിലേക്ക് ഏഷ്യൻ പെയിൻറ്റ്സ് തിരിച്ചു പോകും. അതല്ല ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഈ ഒരു ലെവലിൽ നിന്ന് 70 തിരിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും 2700 ലെവലിന് മുകളിലേക്ക് ഏഷ്യൻ പെയിൻറ്റ്സ് പോവുകയും ചെയ്യും. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഒരു സ്വിംഗ് ഓപ്പർച്യൂണിറ്റി കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതേപോലെയുള്ള പെയിൻറ്റ് സ്റ്റോക്കുകളെല്ലാം ഈ ഒരു വോളറ്റിലിറ്റി കാണിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു സെക്ടർ ഏവിയേഷൻ സെക്ടറാണ്. അപ്പോൾ വിമാന കമ്പനികളുടെ അവരുടെ പ്രവർത്തന ചെലവിൻ്റെ ഏകദേശം 35 മുതൽ 40% വരെ ഏവിയേഷൻ ടർബൈൻ ഫ്യൂവലാണ്, അഥവാ ATF എന്ന് പറയുന്ന ഫ്യൂവലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇൻഡിഗോ എയർലൈൻസിൻ്റെ അഥവാ ഇൻ്റർഗ്ലോബ് ഏവിയേഷൻ സ്റ്റോക്കിൻ്റെ ഒരു പ്രൈസ് ഈ ക്രൂഡ് ഓയിലുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിൽ 126 എന്ന ഉയർന്ന ലെവലുണ്ടായിരുന്നപ്പോൾ ഇൻ്റർഗ്ലോബ് ഏവിയേഷൻ്റെ പ്രൈസ് 4172 ആയിരുന്നു, അതായത് ഏപ്രിൽ 30. പിന്നീട് ഈ ജൂലൈ 2 70 എന്ന ലെവലിലേക്ക് ക്രൂഡ് ഓയിൽ പ്രൈസ് വന്നപ്പോൾ ഈ ഇൻ്റർഗ്ലോബ് ഏവിയേഷൻ്റെ സ്റ്റോക്ക് പ്രൈസ് 5464 എന്ന ഉയർന്ന നിലയിലേക്ക് വന്നതായിട്ടാണ്. എന്നാൽ ഇപ്പോൾ ഈ ജൂലൈ 23 ഹൈ വന്നപ്പോൾ നമ്മൾ കാണുന്നത് 4972 എന്ന ലെവലിലേക്ക് വീണ്ടും താഴോട്ടേക്ക് വന്നതായിട്ടാണ്. അപ്പോൾ ഇവിടെയും തീർച്ചയായിട്ടും ഒരു സ്വിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇനി ഈ ഒരു പ്രൈസ് 70 വരികയാണെങ്കിൽ ഏറ്റവും അധികം നേട്ടം ഉണ്ടാക്കുന്ന ഒരു സ്റ്റോക്കായിരിക്കും ഇൻ്റർഗ്ലോബ് ഏവിയേഷൻ. ഇനി മറ്റൊരു സെക്ടർ നമ്മൾ കാണുന്നത് ടയർ സെക്ടറാണ്. MRF, അപ്പോളോ ടയർസ്, സിയറ്റ് പോലെയുള്ള പല കമ്പനികളും ഈ സെഗ്മെൻറ്റിൽ കാണാൻ കഴിയും. അപ്പോൾ ഈ ടയർ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സിന്തറ്റിക് റബ്ബർ, കാർബൺ ബ്ലാക്ക് എന്നിവ ഈ ഒരു ക്രൂഡ് ഓയിലിൻ്റെ ബൈ പ്രൊഡക്റ്റുകളാണ്.
അപ്പോളോ ടയേഴ്സിൻ്റെ ഒരു പ്രൈസ് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കി മനസ്സിലാവും. അതായത് ക്രൂഡ് ഓയിൽ പ്രൈസ് ഹൈ ആയ സമയത്ത്, അതായത് ഏപ്രിൽ 30 അപ്പോളോ ടയേഴ്സിൻ്റെ പ്രൈസ് 406 എന്ന ലെവലായിരുന്നു. പിന്നീട് 70 എന്ന പ്രൈസിലേക്ക് ക്രൂഡ് ഓയിൽ താഴ്ന്നപ്പോൾ അപ്പോളോ ടയേഴ്സിൻ്റെ പ്രൈസ് 458 എന്ന ലെവലിലേക്ക് ഉയർന്നു. വീണ്ടും 102 എന്ന ലെവലിലേക്ക് ക്രൂഡ് ഓയിൽ പ്രൈസ് വന്നപ്പോൾ അപ്പോളോ ടയേഴ്സിൻ്റെ പ്രൈസ് ഇപ്പോൾ 422 എന്ന ലെവലിലും കാണാം. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഒരു സ്വിംഗ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കാണാൻ കഴിയും. അപ്പോളോ ടയേഴ്സ് എൻട്രി എടുത്തു കഴിഞ്ഞാൽ, അതായത് ക്രൂഡ് ഓയിൽ പ്രൈസ് ഭാവിയിൽ 70 വരുമെന്ന് നമുക്ക് കൃത്യമായ വ്യൂ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 450 മുകളിലേക്ക് ഈ പ്രൈസ് പോകാനുള്ള സാധ്യത അപ്പോളോ ടയേഴ്സിലുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ക്രൂഡ് ഓയിൽ പ്രൈസുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെടുന്ന ധാരാളം സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഞാൻ ഉദാഹരണത്തിന് ചില സ്റ്റോക്കുകൾ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അതുപോലെ നിഫ്റ്റി 500 കമ്പനികളുടെ സ്റ്റോക്കുകൾ മാത്രമേ ഇവിടെ പരിഗണിച്ചിട്ടുള്ളൂ. ഇതല്ലാതെ മൈക്രോ ക്യാപ്പിലും അതുപോലെയുള്ള മറ്റ് മാർക്കറ്റ് ക്യാപ്പ് കുറഞ്ഞ ധാരാളം സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ പ്രൈസ് ഈ ക്രൂഡ് ഓയിലിൻ്റെ ഈ 3 ഘട്ടങ്ങളിലുള്ള വിലയുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് നമുക്ക് കൃത്യമായ സ്റ്റോക്കുകൾ പിക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സ്വിംഗ് ട്രേഡിംഗ് അവസരം ആണ് ഇപ്പോഴുള്ള മാർക്കറ്റിൽ നമുക്ക് തുറന്നു വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു എഡ്യൂക്കേഷൻ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളെ സംശയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.